ഹേയ് ഗായ്സ്, അപ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. സൗണ്ടൊന്നുമില്ല, ചുമയും കുറച്ച് വയ്യ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന മേനോടെ കുറേ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതിനുശേഷം ഇന്നലെ മേനെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് മോനിക്ക് വേണ്ടി ഒന്നിച്ച് ജീവിക്കാം, മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും അടുക്കാൻ നിന്നില്ല. ഇന്നലെ അപ്പോൾ ഫസ്മിനെയും മേനും തമ്മിൽ ഒരു ഇൻ്റർവ്യൂക്ക് ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇന്നലെ ഇപ്പം എൻ്റെ അനിയത്തി പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടു. എന്നെ അഭിനയം എൻ്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച് അഭിനയിച്ച് എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടീനെ, ഞാൻ കമൻറ്റ് ഇവിടെ കൊടുക്കാം, കുട്ടീനെ എന്തോ ആക്കും. അത് ഈ പറയുന്നത് മേനാസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാത്രേ. അതെന്തായാലും അറിയാണ്ടവരൊന്നും പറയൂല. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പം അനിയത്തി എന്നെ വിളിച്ചിട്ട്, എടി ഇങ്ങനൊരു കമൻറ്റ് കണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മുടെ അവിടെ ഒരു ഇഷ്യൂ നടന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളെന്ന്. ആ ആൾ നമ്മുടെ ഇടയപ്പുറം അവിടെ ജംഗ്ഷനിലുണ്ടായിരുന്നു. ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായി. അവനെ പോയിട്ട് ഈ മേനാസിൻ്റെ ഫ്രണ്ട്സും കൂടി തല്ലിക്കൂട്ടി അവൻ്റെ ഫോൺ വാങ്ങിച്ചെടുത്ത് ജംഗ്ഷനിലുള്ള ഒരുപാട് പേര് പറഞ്ഞ ആ ചെക്കനെ തല്ലിക്കൂട്ടിന്ന്. തിരൂരിൽ വെച്ചിട്ട് തല്ലാൻ നിന്നപ്പോൾ ഞാൻ എതിർത്തുകൊണ്ടാണ് അവനെ തല്ലാതിരുന്നത്. ഇന്നലെ എന്നിട്ട് കൂട്ടുകാരൻ കൂടി വന്നിട്ട് ഞാൻ കണ്ടതാ, മേനുവിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് മേനുവല്ല മേൻ്റെ കൂട്ടുകാരൻ ഓടിപ്പോകുന്നു, മേനു വണ്ടി ഓടിക്കുന്നത് ഓടിപ്പോണത് ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകൊണ്ട്. അതിന് മുന്നാണ് ഈ ചെക്കനെ തല്ലിക്കൂട്ടിയിട്ട് എൻ്റെ കാറിലിട്ടിട്ട് അവനെ കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു GPS ഉണ്ട് വണ്ടിയിൽ. ലൊക്കേഷൻ നോക്കുമ്പം വണ്ടി മൂവിങ് ആണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അത്താണിക്കാണ് വണ്ടി ഉള്ളത്. എനിക്കറിയാം ഫസ്മിൽ എല്ലാവരും ഉണ്ടെന്ന്, എല്ലാവരും എറണാകുളത്തുണ്ടായി. ഇന്നലെ ഇൻ്റർവ്യൂ എറണാകുളത്തു നിന്നാണ് പറഞ്ഞത്. എനിക്കറിയാം എല്ലാവരും ഉണ്ടെന്ന്. അതപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി. ഞാൻ ആ രാത്രി പോയിട്ട് 12-1 മണി വരെ ഞാൻ സ്റ്റേഷനിലിരുന്ന് ഇതിൻ്റെ പുറകെ. എന്നിട്ട് ആ ചെക്കനെ വീഡിയോ എടുപ്പിച്ച് അവനെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസുകാർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇവരെന്നെ ഒന്നും ആക്കിയില്ല, ഇവരെന്നെ ഒന്നും ചെയ്തില്ല, ഇവരെന്നെ തട്ടിക്കൊണ്ടുപോയില്ല, അങ്ങനെയൊക്കെ പറയിപ്പിച്ചു അവനെ കൊണ്ട്. അവനക്ക് വേറെ വഴിയില്ല, കാരണം അത്രയ്ക്ക് തല്ലിക്കൂട്ടിയിട്ടാണ് അവനോട് പറഞ്ഞത്. പാവം ചെക്കൻ. ഇന്നലെ അത്ര ഇഷ്യൂ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു എന്നെ തല്ലി, എൻ്റെ ഭീഷണിപ്പെടുത്തിയിട്ട് കുറേ വീഡിയോ പിടിപ്പിച്ചു, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഫസ്മീന കാര്യങ്ങൾ കൂട്ടാളികൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഇന്നലെ ഇപ്പോൾ ആ തല്ലിയിട്ട് മുഖത്തൊന്നും അവൻ്റെ ഒരു പാടില്ല. അവർ ഫോൺ നശിപ്പിച്ചപ്പോൾ സാറുമാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വണ്ടി കയറിയതാന്ന് പറഞ്ഞു. കാരണം അവരുടെ മുന്നിൽ നിന്ന് അവനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ വീഡിയോ ലീക്കാക്കുമെന്ന് പറഞ്ഞു. അതിന് ശേഷം